വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞൊരു സിനാരിയോ ആയിരുന്നു, മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞാൽ ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്നുള്ളത് ഇവിടെ നിന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മുകളിലോട്ട് പോവാം. അതിന്റെ ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെയും, സെക്കൻഡ് ടാർഗറ്റ് ഇവിടെയും, തേർഡ് ടാർഗറ്റ് ഇവിടെയൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല മാർക്കറ്റ് ഓരോ പ്രധാനപ്പെട്ട ഏരിയാസിനെയും റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയിലേക്കും പോയിട്ടുണ്ട്. ഇന്നിപ്പോ നോക്കിയാൽ കാണാം, ഇവിടെ നിന്നൊരു സപ്പോർട്ട് ഇന്നലെ എടുത്തിട്ടുണ്ട്. ഇന്നും അവിടേക്ക് തിരിച്ചിറങ്ങിയ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഒരുപക്ഷെ കുറച്ചുകൂടി മുകളിലോട്ട് പോകാനുള്ള ശ്രമമുണ്ട്. അതെല്ലാം നമുക്ക് ഇന്നത്തെ അനാലിസിസിൽ നോക്കാം. വൺ ഡേ ചാർട്ടിലോട്ട് നോക്കുന്ന സമയത്ത് ഇന്നലത്തെ ക്യാൻഡലിന്റെ ഒരു ഓപ്പണിംഗ് റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നിട്ട് അവിടുന്ന് റിജക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് അടുത്ത് സംഭവിക്കുക എന്ന് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിനു മുന്നേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലത്തെ ക്യാൻഡലിന്റെ ലോയിനെയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ ക്യാൻഡലിന്റെ ലോയിനെയും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ലെവലിനെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ലെവലുകൾ വൺ ഡേ ചാർട്ടിൽ നോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം കൂടുതൽ അനാലിസിസ് നടത്താം. വൺ അവർ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ പ്രൈസ് റേഞ്ചുകൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സപ്പോർട്ട് റേഞ്ചിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സപ്പോർട്ടിലെ ഏറ്റവും താഴത്തെ സപ്പോർട്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 63.31 ആൻഡ് 64.896. അടുത്തത് 67.803 ആൻഡ് 65.628. അടുത്തത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 72.312 ആൻഡ് 71.442. അതിന്റെ മുകളിലുള്ളത് 74.547 ആൻഡ് 73.439. അതിന്റെ മുകളിലുള്ളത് 76.326 ആൻഡ് 74.942. ഇത്രയാണ് 1 അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. ആ ഒരു ലെവലിനെ ഒന്ന് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. 50 മിനിറ്റ്സിന് അത്യാവശ്യം സ്ട്രോങ് സപ്പോർട്ടുമാണ്. ആ ലെവലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് മാർക്കറ്റ് എത്തുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഒരു എൻട്രി എടുക്കാൻ കഴിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. കാരണം ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു FVGയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം, മാർക്കറ്റ് ഒരു പക്ഷെ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഈ ഒരു റേഞ്ചിലേക്ക് വന്നതിന് ശേഷം നല്ലൊരു മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രി ഫസ്റ്റ് ടാർഗറ്റ് ഇവിടേക്ക് വെക്കാം. ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ വീണ്ടും കുറച്ചു നേരം നിന്നിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ ഒരു സഡൻ മൂവ്മെന്റ് താഴോട്ടേക്ക്, നല്ലൊരു സഡൻ മൂവ്മെന്റ് താഴോട്ടേക്ക് ഇറങ്ങി ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവലിൽ നിന്നിട്ട് വീണ്ടും ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ലോയിന് എടുക്കാൻ സാധ്യതയുണ്ട്. ഈ ലോയിന് എടുത്തതിന് ശേഷം വീണ്ടും മുകളിലോട്ട് പോയിട്ട് ഇതിന്റെ മുകളിൽ ക്ലോസിംഗ് നടക്കണം. അതിന്റെ മുകളിലോട്ട് ക്ലോസിംഗ് നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെയാണ്, സെക്കൻഡ് ടാർഗറ്റ് ഇവിടെയാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതാണ്
ലെവൽ വരുന്നത്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ലെവൽ ഈ ലെവലാണ്. ഈ ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ട് പോയ ഒരു സ്വിംഗ് ഹൈ കാണാം. ആ ഒരു സ്വിംഗ് ഹൈയിലേക്ക് വരെയൊക്കെ ടാർഗറ്റ് എത്തിക്കാവുന്നതാണ്. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഓരോ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് 50 മിനിറ്റ്സിന്റെയും 1 അവറിന്റെ ഒക്കെ ഓരോ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ചെറിയ ചെറിയ മൂവ്മെന്റുകൾ താഴോട്ടേക്കും മുകളിലോട്ടേക്കും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടേക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് എസ്പെഷ്യലി 1 മിനിറ്റിലോ അല്ലെങ്കിൽ 3 മിനിറ്റ്സിലോ പോയി കഴിഞ്ഞ് കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ ചെറിയ ടാർഗറ്റ് വെച്ച് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇറങ്ങി പോകാവുന്നതാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നല്ല ടാർഗറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ഏരിയാസിൽ വന്നിട്ട് കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡ് ചെയ്യാനും ശ്രമിക്കുക. എസ്പെഷ്യലി നല്ല സപ്പോർട്ട് ഏരിയയിലൊക്കെ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് പഠിച്ചതിന് ശേഷം ഒരിക്കലും ഡയറക്റ്റ് എൻട്രി എടുക്കരുത്. ഡയറക്റ്റ് എൻട്രി എടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എല്ലായ്പ്പോഴും പ്രധാനപ്പെട്ട ഏരിയ അല്ലെങ്കിൽ വരച്ചിരിക്കുന്ന ഏരിയനെ റെസ്പെക്ട് ചെയ്യണമെന്നില്ല. അവിടെ വന്നിട്ട് നമുക്ക് സൂചനകൾ തരും. മാർക്കറ്റ് മുകളിലോട്ടാണോ അതോ താഴോട്ടാണോ അതോ റിവേഴ്സിലാണോ ബ്രേക്ക്ഔട്ട് ആണോ എന്നെല്ലാം അവിടെ വന്നിട്ട് സൂചനകൾ തരും. അപ്പൊ ആ സൂചനകളെ ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത്. ഇപ്പൊ ചാർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു താഴോട്ടേക്കുള്ള ഒരു സെൽ എൻട്രിയും പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള മുകളിലോട്ടുള്ള ബൈ എൻട്രിയും പറഞ്ഞിട്ടുണ്ട്. എൻട്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയ ഏരിയാസിലേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് ഒരു ചെറിയ റിവേഴ്സലോ അല്ലെങ്കിൽ റിജക്ഷനോ അല്ലെങ്കിൽ വലിയ റിവേഴ്സലോ തരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.